അപ്പോൾ ഇവിടെ നമ്മുടെ പി എൻ ജി ഫയലുകൾക്ക് ലോഗോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ക്യാൻവയിൽ അതിൻ്റെ കളറ് മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഞാനൊരു പി എൻ ജി ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പി എൻ ജി ഫയൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ആ കളർ മാറ്റാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ ഇതാണ് പലർക്കുള്ള സംശയം. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് കളർ മാറ്റാൻ എളുപ്പമാണ്. ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, കണ്ടല്ലോ. ഈ എഡിറ്റിൽ കൊടുക്കാം. എഡിറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ചിലപ്പോൾ അത് ഇങ്ങോട്ട് ചില ആളുകളിൽ ഇങ്ങോട്ട് പോയി വെക്കേണ്ടി വരും. എന്തായാലും എൻ്റെ ഇവിടെ രണ്ടാമത്തെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൽ കൊടുക്കുക. ഓക്കെ, ഇതിൽ കൊടുക്കുമ്പോൾ കളർ പല കളറായിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഒരു റെഡിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ കളർ കണ്ടോ, നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇവിടെ ചേഞ്ച് ചെയ്യാനും പറ്റും. ഏത് കളറാണ് നമുക്ക് വേണ്ടത്, ഇഷ്ടപ്പെട്ട കളറ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് പി എൻ ജി ഫയലിൻ്റെ കളർ മാറ്റാൻ പറ്റും എന്ന് മനസ്സിലായി ക്യാൻവയിൽ. അപ്പോൾ മലയാള ഫോണ്ടുകളൊക്കെ ഉള്ള ക്യാൻവൻ്റെ പ്രീമിയം വേർഷൻ വേണമെങ്കിൽ ഇസ്വ ഓൺലൈൻ അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുക. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വിലയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻവയുടെ അപ്ഡേറ്റുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ.